വരുന്നതിന്റെ അടുത്ത ഞായറാഴ്ച എന്നാ പപ്പയും തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനമായ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പറയാം. സിദ്ധു സാറിന് എന്തോ സുഖമില്ലായിരുന്നു എന്ന് മോള് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷേ പപ്പയ്ക്ക് ചെറിയൊരു വൈകായിക വന്നു. 1 വർഷം മുമ്പ് ഒരു അറ്റാക്ക് വന്നിരുന്നു. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഇല്ല. അവന്റെ കല്യാണം എടിപിടിന്ന് നടത്തണമെന്ന് തീരുമാനിച്ചതും അതുകൊണ്ടാ. കൂടുതൽ ഉത്തരവാദിത്വം സിദ്ധുമോൻ എടുക്കണമല്ലോ. നിങ്ങളുടെ പ്രതിഭ മോളും ഭയങ്കര മിടുക്കിയാണെന്ന് അപ്പുമോൾ എപ്പോഴും പറയാറുണ്ട്. എന്തായാലും എല്ലാം നല്ലതിനാ, അവിടെ ആയാലും ഇവിടെ ആയാലും. മോളിനി ഞങ്ങളുടെ ജോലി വേണ്ടാന്ന് വല്ലതും വെക്കുവോ? അയ്യോ ഇല്ലില്ല, കല്യാണം വരെ അവൾ എന്തായാലും അവിടെ വരും. പിന്നൊക്കെ ശരത്തല്ലേ തീരുമാനിക്കുന്നേ. അവനങ്ങ് കൊണ്ടുപോവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാരും അവരവരുടെ ഭാവിയല്ലേ നോക്കേണ്ടത്. നമ്മള് പ്രായമായവര് പിള്ളേർക്ക് നന്നായി ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കല്ലാതെ വേറെ എന്ത് ചെയ്യാന്? എന്നാ പിന്നെ ഞാൻ വെച്ചോട്ടെ. അയ്യോ ഹലോ, പ്രഭയ്ക്കൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ കൊടുക്കട്ടെ? കൊടുക്ക. ഹലോ, ശരിയെന്ന്. ഓക്കെ. താരേ. ഓ എന്താ മാഡം? പപ്പയ്ക്കുള്ള ഫുഡ് എടുത്ത് വെക്കേ. ഓട്സ് മതിയല്ലോ മാഡം? മതി. സാലഡ് കൂടി വേണം. അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. ശരി. പപ്പ, എന്തായാലും സന്തോഷമായി. അപർണയുടെ അമ്മയാ വിളിച്ചത്, ആമി. ശരത്തും അപ്പുവുമായിട്ടുള്ള കല്യാണം ഏകദേശം തീരുമാനമായിന്ന്. ഇനി ഡേറ്റ് ഫിക്സ് ചെയ്താൽ മതിയെന്നാ പറഞ്ഞത്. എന്നത്തേക്കാ? പ്രഭ പറഞ്ഞത് ശരത്തിന് 3 ആഴ്ചത്തെ ലീവേ ഉള്ളൂന്നാ. അതിനു മുൻപ് ഒന്നുകിൽ മോതിരം മാറണം അല്ലെങ്കിൽ കല്യാണം നടത്തണം. സോണി, വ്യാഴാഴ്ച ഒരു ദിവസേ എനിക്ക് ലീവ് കിട്ടുമെന്നൊന്ന് ചോദിക്കാൻ പറ്റുമോ? അടുത്ത പെണ്ണുകാണൽ ചടങ്ങായിരിക്കും. 12ാമത്തെ. ഒരു കാര്യമില്ല. അല്ല, ലീവ് കിട്ടുമോ? ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ നിന്ന് ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അപ്പൊ കിട്ടത്തില്ലല്ലേ? എന്റെ പൊന്നു മോളെ, വരുന്ന ന്യൂ ഇയർ വരെ നിന്ന് തിരിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം ഓർഡറാ സാർ എടുത്തിരിക്കുന്നത്. അതല്ല, ആ എറണാകുളത്തെ മീറ്റിംഗ് ഒക്കെ സക്സസ് ആയല്ലേ? പിന്നല്ലാതെ. ഗുഡ് മോർണിംഗ് എവരിബഡി. നമുക്കേ മധുരത്തിൽ നിന്ന് തുടങ്ങാം. എന്ത് പറ്റി? ഇന്നത്തോടെ ഫാബിന്റെ നല്ല ദിവസം തുടങ്ങാം. ബാ. ഇയാളുടെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ഒക്കെ വരുന്നതല്ലേ ഉള്ളൂ. ഞാനും എന്റെ ചങ്കും അത് ആഘോഷിക്കും. ഇതേ അതിന്റെ തുടക്കം. വരുന്ന എന്റെ അടുത്ത ഞായറാഴ്ച ഗ്രേറ്റ് 27th റിംഗ് എക്സ്ചേഞ്ച് ഫിക്സ് ചെയ്തോ? അപ്പോ പിന്നെ 2 വീട്ടുകാരും ചേർന്ന് ഫിക്സ് ചെയ്തു. അപ്പൊ വലിയ പ്രോഗ്രാം ആയിരിക്കുമല്ലോ. പിന്നെ താങ്ക് യു. ഇതില് നിർത്തുകയാണോ? ഇത് പോരട്ടോ. താങ്ക് യു. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. അജയ്, ഗുഡ് മോർണിംഗ്. അമ്മ അന്വേഷിച്ചായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ചെയ്തു? ചെയ്തു സർ. എന്തെങ്കിലും ആവശ്യമുണ്ടോ പറയണം കേട്ടോ. ശരി സർ. സാർ, സാറിന്റെ കല്യാണത്തിന് എന്റെ വീട്ടുകാരെ കൂടെ വിളിക്കണം. അവർക്ക് വലിയ സന്തോഷാവും. കല്യാണോ? ആര് പറഞ്ഞു? പ്രതിഭ മാഡം പറഞ്ഞു. ലഡു നന്നായിരുന്നു. തന്നെ വണ്ടി ഒന്ന് മാറ്റിയിടും. ശരി സർ. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഒന്നല്ല, ഒരാഴ്ചത്തെ ആഘോഷം ഫെസ്റ്റിവൽ ആയിരിക്കും. അല്ല, അപർണ അറിയിച്ചില്ലേ? അപർണ അറിയിച്ചല്ലോ. അപർണയും ശരത്തുമായിട്ടുള്ള കല്യാണത്തിന് 2 ദിവസം മുന്നേ എന്റെ സിദ്ധുവിന്റെ കല്യാണം നടക്കണമെന്നാ പപ്പ പറയുന്നത്. എന്നാ പിന്നെ ഒരേ പന്തലിൽ 2 കല്യാണം അങ്ങ് നടത്തിക്കൂടെ? ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. എന്താ ഇവിടെ ഒരു ചർച്ച? അപർണയുടെ കല്യാണം ഉറച്ചൊന്ന് പറയായിരുന്നു. പിന്നെ നിങ്ങളുടെയും. അപ്പൊ പിന്നെ ഒരു പന്തലിൽ നടത്തിക്കൂടെന്നാ ചോദിക്കുന്നേ. അതെങ്ങനെ ശരിയാവാ? സോനാലിക്കാരുടെ കല്യാണം പോലെയാണോ കൽത്തോട്ടക്കാരുടെ? 2 നിലവാരമല്ലേ? അല്ല മാഷേ? നിന്റെ ചേച്ചിക്കും മമ്മിക്കും അതായിരുന്നല്ലോ ആവശ്യം. അയ്യോ, അപ്പൊ അവരുടെ മാരേജ് കലങ്ങൂല്ലേ? കലങ്ങട്ടെ. കലങ്ങാൻ തന്നെയാ ഞാൻ അയച്ചു കൊടുത്തേ.
നിങ്ങളെല്ലാരും പറഞ്ഞു നടന്നേ ഞാനും സ്റ്റാഫുമായിട്ട് പ്രണയത്തിലാണ്, അസുഖം അഭിനയിച്ച് ഹോട്ടലിൽ റൂം എടുത്ത് ശുശ്രൂഷയാണ്, അതിനു വേണ്ടിട്ട് ആ സോണി ഒഴിവാക്കിന്നൊക്കെയല്ലേ. എന്നിട്ട് ഉലഹന്നാനെങ്ങണ്ട് ഫോട്ടോ എടുപ്പിച്ച് സംഗതി അങ്ങ് കൊഴുപ്പിച്ചു. അപ്പൊ കുറച്ച് കലങ്ങട്ടെ. അവൻ എന്റെ കൂട്ടുകാരനാണ്. അവന്റെ ഫാമിലിയും അങ്ങനെ മര്യാദയ്ക്ക് പോകണ്ട. എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചിട്ട് മര്യാദയ്ക്കൊരു കുടുംബജീവിതം നയിക്കുമെന്ന് നീ വിചാരിക്കണ്ട. മാഷ് എന്തൊക്കെ ഈ പറയുന്നേ? ഇതൊക്കെ പപ്പ അറിഞ്ഞാലുണ്ടല്ലോ. പപ്പ അറിഞ്ഞെന്താ? നീ പറയുന്ന പോലെ പപ്പയുടെ ഹൃദയം വീക്കാം. ടെൻഷൻ കൊടുത്താല് തളർന്നു വീഴും. വീഴട്ടെ. എന്തായാലും നിന്നെ കെട്ടുന്നതോടുകൂടി അത് സംഭവിക്കും. മാഷ് കോമഡി പറയാല്ലേ? നമ്മൾ തമ്മിലുള്ള മാരേജിന്റെ കാര്യം ആലോചിക്കുമ്പോ തന്നെ കോമഡിയാ. അത് ഇപ്പോഴെങ്ങ് തുടങ്ങാം അല്ലേ? ഒരു കാര്യം ചെയ്യ്, ആ സോണിയങ്ങ് വിളിക്കും. അല്ല പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് സംസാരിക്കാൻ? ഇത് ഓഫീസാ, ഒഫീഷ്യലാ. താൻ പോയ സോണിയെ വിളിക്കും. അല്ല വിളിക്കാൻ. നീ എന്തോ അടി പറയുന്നേ? അവന് സുഖമില്ലാതിരുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾ ഞാനും കൂടി ഇൻവോൾവ് ചെയ്തതല്ലേ? അപ്പൊ അവനെ കാണാതെ പോകുന്നത് മോശമല്ലേ? എടാ ഇപ്പൊ തന്നെ ടൈം ലേറ്റ് ആയതിന് ചീത്തവിളി കേൾക്കും. നീ കൂടെ എന്തിനാ അത് കേൾക്കുന്നത്? ലേറ്റ് ആയോ? 9:30 റൈറ്റ് ടൈമാണ്. അത് സാറിന്. ദേ വണ്ടി കിടക്കുന്ന കണ്ടില്ലേ? അത് രാവിലെ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട്. സാർ നേരത്തെ വരുന്ന ദിവസം നമ്മളെ ലേറ്റ് ആയെന്നും പറഞ്ഞ് നമ്മളെ വെറുതെ ഫയർ ചെയ്യും. അതാ സാറിന്റെ ഒരു സ്വഭാവം. ആ സ്വഭാവക്കിനി നന്നായിട്ട് മാറും. എടി, ആ പ്രതിഭ കഴുത്തി കുരുങ്ങിയതോടെ ആശാനിന് ശ്വാസം മുട്ടും. എടാ എന്നാ ഞാൻ അങ്ങോട്ട് കേറിക്കോട്ടെ, നീ പൊക്കോ. ഞാൻ അങ്ങോട്ട് വന്ന നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? മുമ്പ് വന്ന പോലെ ഞാൻ നിന്റെ വെറും കസിൻ അല്ല ഇപ്പൊ. തുടർന്ന് അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തില് എല്ലാം ആകാൻ പോകുന്ന ആളല്ലേ? നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്ന എങ്ങനെയാടാ? എടി, ഞാൻ ശരിക്കുള്ളൊരു ഫാക്ട് അല്ല പറഞ്ഞത്. പക്ഷെ ഞാൻ ആകെ ബ്ലാങ്ക് ആണ് ശരത്. സർ ഈ സൈൻ ചെയ്തതെല്ലാം സെൻഡ് ചെയ്തോട്ടെ? ഇല്ല സോണി, എനിക്ക് ആ ഒരു ഡിസൈൻ്റെ റഫായിട്ട് വേണം. ആ ഗുഡ് മോർണിംഗ് അളിയ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. സോണി, ആ ഒഡേസയുടെ റഫ് സ്കെച്ച് അവര് ചോദിച്ചിട്ടുണ്ട്. അത് നാളെ തന്നെ അവർ ബോംബെ ഓഫീസിലേക്ക് അയക്കണം. മെയിലായിട്ട് അയച്ചാൽ മതി. ആ ഓക്കെ സർ. അതെ അളിയ, നീ ബിസിയാണോ? ഇല്ല, കുഴപ്പമില്ല. സോണി എന്നാ ചെല്ല്. ശരി. ഗുഡ് മോർണിംഗ് സർ. സൈൻ ഞാൻ ഈവനിംഗ് തന്നെ തരാം സർ. അയ്യോടാ, അവളുടെ ഒരു ഫോർമാലിറ്റി നോക്കി. അതെ അളിയ, ഈ ശ്രീനിവാസൻ പണ്ടൊരു പടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരേ സമയത്ത് ഇവിടെ പാലുകാച്ചല് അവിടെ കല്യാണം, അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചല്. പക്ഷെ നമ്മുടെ കാര്യത്തിലുണ്ടല്ലോ ഇവിടെയും അവിടെയും കല്യാണം നടക്കാൻ പോകുന്നത്. എന്താ ശരിയല്ല അപ്പു? നിന്റെ ബിസിനസിന്റെ കാര്യം എന്തായി? അത് ശരി, നീ ആള് കൊള്ളാലോ. ബിസിനസും പരിപാടിയൊന്നും ഇല്ലാതെ ഞാൻ കല്യാണവും കഴിച്ചിട്ട് നിന്റെ ഈ സ്റ്റാഫിനെ പട്ടിണിക്കിടവുന്നല്ലേ നിന്റെ ചോദ്യം? എന്റെ സിദ്ധാർത്ഥ നാരായണ, എന്റെ ഭാര്യയ്ക്ക് കഞ്ഞിയല്ല ബിരിയാണി വാങ്ങിച്ച് കഴിച്ച് ജീവിക്കാനുള്ള വകയുണ്ടല്ലോ ഈ ശരത്തിനുണ്ട്. കണ്ടോടി നിന്റെ MD-യുടെ ഒരു ആത്മാർത്ഥത. ഇതേ ആത്മാർത്ഥത ഉണ്ടായിട്ടൊന്നും അല്ല. നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് കൽത്തോട്ടത്തിൽ ഫാബ്രിക്സ് ലൈവ് ആക്കിയാൽ സാറിന് ഭീഷണിയാവൂന്നുള്ള ടെൻഷനാ. അത് നിനക്ക് മനസ്സിലായില്ലായിരുന്നോ? പിന്നെ മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ കോമ്പറ്റീഷന് ഭയപ്പെടുന്ന ഡേറ്റ് അത് പപ്പയ്ക്കും മമ്മിക്കും അറിയത്തുള്ളൂ. എന്നാണാവും നിങ്ങളുടെ ഡേറ്റ്? അത് കുറച്ച് ലേറ്റ് ആവും സർ. എടാ, ലേറ്റ് ആവത്തില്ല. എനിക്ക് 3 ആഴ്ചത്തെ ടൈമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ US വിടും. അതിനു മുൻപ് എന്തായാലും മാരേജ് നടത്തണം അളിയ. അതിന് എല്ലാരും കൂടി ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് സൺഡേയില്. ഓ, എനിക്കാണെങ്കിൽ US ചെന്നിട്ട് വേണം വിസ പ്രോസസിംഗും മറ്റുമൊക്കെ സ്പീഡപ്പ് ആക്കാൻ. അപ്പോ അവരുടെ നാട് കടത്തുകയാണോ? പിന്നല്ലാതെ ഞാൻ അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് എന്തോ ചെയ്യാനാ? ഇവളില്ലാതെ ഒരു രസമില്ല. നിനക്ക് ചീഫ് ഡിസൈനർ ആയിട്ട് ഇവിടെ ആള് നിക്കുവല്ലേ അളിയ? ഇഷ്ടം പോലെ പെമ്പിളേര് ക്യൂ ആയിട്ട് നിക്കുവല്ലേ? ആരെങ്കിലൊക്കെ പിടിച്ചെടുത്ത്. ഓ ആയിക്കോട്ടെ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇറങ്ങ്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. പിന്നെ നിന്റെ പെണ്ണിനോട് സംസാരിക്കാൻ വീട്ടിൽ ഒരുപാട് സ്ഥലമുണ്ട്. എന്തിനാടാ ഇവിടെ വന്ന് ഞങ്ങളെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തായാലും ഒരു 2 ആഴ്ച കൂടി നിന്നെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കും. അത് നീ സഹിച്ചേ പറ്റൂ, മനസ്സിലായ? പിന്നെ 5 മണിക്ക് ഞാൻ വിളിക്കും കേട്ടോ.
നീ റെഡി ആയിട്ട് താഴെ നിന്നോണം. അയ്യോ എടാ അതൊന്നും നടക്കില്ല. വർക്ക് ഇപ്പോഴൊന്നും ഫിനിഷ് ആവില്ല. അത്രയ്ക്ക് വർക്ക് ലോഡ് എന്റെ തലയ്ക്ക് വെച്ചിരിക്കുന്നെ. എന്തോ നാടാ ഇത്? ഈടാ വർക്ക് പ്ലേസിലെങ്കിലും ഈ സ്റ്റാഫിന് ഇങ്ങനെ കൊല്ലാതടാ. എടാ ഇവിടെ നീ 5 മണിക്ക് വിട്ടേക്കണം, ഞാനിങ്ങ് വരും. ആ ഗുഡ് മോർണിംഗ് സർ. ഞാൻ ടൈമിന് ഇറങ്ങാം സർ. അയ്യോ ആണോ സർ? അപ്പൊ ഞാൻ കൂടുതൽ സമയം നിൽക്കേണ്ടി വരുമോ? അല്ല, ഹസ്ബൻഡും കുഞ്ഞുള്ളോണ്ടേ മാക്സിമം ഒരു 8 മണിക്ക് എനിക്ക് ഇറങ്ങണമായിരുന്നു സർ. ആ അതെ, ലിവറിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ സർ, ഞാൻ എത്തിക്കോളാം സർ. ഓക്കെ. പിന്നെ രാത്രിയും കൂടി വർക്ക് ചെയ്ത ശമ്പളം കൂട്ടിത്തരുമോ പോലും. ഇവനൊക്കെ ശൃംഗരിക്കണ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലെന്നാ വിചാരം. ഒരു മുതലാളി. ബാലുവിന്റെ ഡ്രസ്സൊക്കെ അടുക്കള ഭാഗത്ത് വിരിക്കാം. ഇനി അത് കണ്ടിട്ട് ആൾക്കാർ പുലിവാലുണ്ടാക്കണ്ട. ഞാനത് പുറത്ത് വിരിച്ചിട്ട് വരാം. എന്തിനു പുറത്തിരിക്കുന്നത്? ഇത്രയും സ്ഥലം മോളിൽ കിടക്കുമ്പോ വല്ല മഴയും വന്നാലോ? അല്ല, ഇവിടെ വെയിലുണ്ട്. വേണ്ട, നമുക്ക് മോളിൽ വിരിക്കാം. നമുക്ക് വാ. പണ്ട് ഈ വീട്ടിലിവിടെ താമസിച്ചിരുന്നതേ ഒരു കുറുപ്പ് സാറായിരുന്നു, ഒരു കണക്കിന്റെ സാറ്. ട്യൂഷൻ എടുക്കും പിള്ളേരെ. കാഞ്ചന് ട്യൂഷൻ എടുത്തോണ്ടിരുന്ന ആ സാറാ. അപ്പൊ ഞാൻ അവളാക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. എന്തുമാത്രം പിള്ളേരാന്നറിയോ ട്യൂഷന്. ആണോ? മിടുക്ക സാറായിരുന്നു. അവിടെ ഇരുന്ന് എനിക്ക് കാണായിരുന്നു ഇവിടെ പിള്ളേർ ട്യൂഷന് പഠിക്കണത്. ഇവിടെ നമ്മളിപ്പോ തുണി വിരിക്കുന്നില്ലേ? തുണി വിരിക്കാൻ പോവാണോ? പോവാണ്. അവിടെയാണ് അന്ന് ട്യൂഷൻ എടുത്തോണ്ടിരുന്നത്. നടക്ക്, നമുക്ക് ഈ സൈഡിൽ വിരിച്ചാലോ? അവിടെ ബാൽക്കണി ഇല്ലല്ലോ. ഇവിടെ അല്ലേ തുണി വിരിക്കുന്നത്? ഇങ്ങോട്ട് വാ. ഇവിടെ ഇത്രയും സ്ഥലം കിടക്കുമ്പോ എന്ത് കാര്യത്തിലാണ് നമ്മൾ അവിടെയൊക്കെ പോയി തുണി വിരിക്കുന്നത്? അയ്യോ, ഇതുപോലെ തന്നെ ഒരു കളറ് ജീൻസ് ബാലുവിനും ഉണ്ടായിരുന്നു കേട്ടാ. സനലെന്നാ വരിക? വരുന്ന കാര്യത്തില് ഉറപ്പൊന്നും ആയിട്ടില്ല. നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ആയോ? പറ. റിയ സനലിനെ ഉപേക്ഷിച്ച, അത് സനൽ റിയനെ ഉപേക്ഷിച്ചോ? അത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വിശദമായിട്ട് പിന്നെ പിന്നെ പറഞ്ഞാ മതി. എന്താന്നറിയാമോ, ഇനിയിപ്പോ ഡിവോഴ്സ് ആണെങ്കിലും ഞാൻ കുറ്റം പറയില്ല. ബാലുവിന്റെ കൂട്ടുകാരനല്ലേ, അവന്റെ എല്ലാ തിരുമറിയും ഇവനും ഉണ്ടാവും. പിന്നെ ഞാനിപ്പോ വന്നത് എന്നും പറയാൻ വേണ്ടിട്ടല്ല. എന്നാടാ അവിടെ? അയ്യോ ഒന്നുമില്ല. ഞാൻ അവിടുന്ന് പറഞ്ഞില്ലേ കൊറേ പറയാനുണ്ടെന്ന്. ഒരു വിശേഷമുണ്ട്. നമ്മുടെ കൽത്തോട്ടത്തില് ഒരു കല്യാണം നടക്കാൻ പോവാ. അപ്പുന്റെ കല്യാണം ഉറപ്പിച്ചു. എന്നാ മാരേജ്? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്താന്നറിയോ, ശരത്തിനൊരു വലിയ ബിസിനസ് പ്ലാൻ ഉണ്ട്. അപ്പൊ അതൊന്ന് ശരിയായിട്ട് വേണം കല്യാണം നടത്താൻ. അപ്പൊ അതിനു മുമ്പ് മോതിരമാറ്റ ചടങ്ങ് ഞങ്ങൾ നടത്തി വെക്കുക. വേറൊന്നുമല്ല, പിള്ളേര് 24 മണിക്കൂറും കറക്കവാ. അവക്കാണെങ്കിൽ അവനില്ലാതെ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ, ഈത്തക്കേടോട്ട് നോക്കാൻച്ചാ പറയും ഗർഭമാണ്. പിന്നെ പറഞ്ഞ പോലെ എന്തുവായി നോക്കുന്നേ? ഒന്നുമില്ല. 24 മണിക്കൂർ ഒരുമിച്ച് നടക്കുന്ന പിള്ളേരല്ലേ, അങ്ങനൊന്നും ആയിക്കൂടാന്നില്ല. മനസ്സിലായ ഞാൻ പറഞ്ഞത്? എന്തായാലും ആ കല്യാണം അങ്ങ് തീരുമാനിച്ചു. ആമിക്കായിരുന്നു എന്റെ പൊന്നെ, ഭയങ്കര നിർബന്ധമായിരുന്നു. ശരത്ത് അങ്ങ് പോണേന് മുമ്പ് കെട്ടിച്ചു വിടണം, അവനുമായിട്ട് കെട്ടിക്കണമെന്ന്. അല്ല, ഈ ശരത്ത് വെൽ ഓഫ് അല്ലേ? മധുവായിട്ട് എണ്ണടിച്ച ഓഫാവും. ശരത്തിന് അങ്ങനെ ഒന്നുമില്ല. അയ്യോ അതല്ല, സാമ്പത്തികമായിട്ട് ഓക്കെ അല്ലെന്നാ ചോദിച്ചത്. പിന്നെ ഓക്കെ ആണോന്ന്, അമേരിക്കയിൽ അവന്റെ കമ്പനിയിലെ മുതലാളിയില്ലേ, 10,000 ആവശ്യം വരുമ്പോ ഇവനോടാ മേടിക്കണേ. പക്ഷേ സുന്ദരേട്ടാ, ഞാനിത് മുടക്കും. എന്റെ ജീവിതത്തിലെ ഞാൻ ഇതുവരെ മാന്യമായി കല്യാണം നടത്തി കൊടുത്തിട്ടുള്ളതല്ലാതെ ഇതുവരെ ഒരെണ്ണം മുടങ്ങി പോയിട്ടില്ല, മുടക്കിയിട്ടുമില്ല. പക്ഷേ സുന്ദരേട്ടാ, ഇത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. പാവം എന്റെ സിദ്ധുവിന്റെ ചങ്കിടിപ്പേ എനിക്ക് കേൾക്കാം. അതല്ല, ഇനി ഗതികെട്ട അവളെ അവന് കെട്ടേണ്ടി വന്ന നിങ്ങളൊരു വക്കീലിനെ പറഞ്ഞു വെച്ചോ.
2 ആഴ്ച കൊണ്ട് അവളെ ഞാൻ കോടതി കയറ്റിയിറക്കും, ഉറപ്പാ. ഹ. അല്ലാതെ സൊണാലിയിലെ കുടുംബവാഴ്ചക്കൊന്നുമേ നമ്മൾ നിന്ന് കൊടുക്കില്ല സുന്ദരേട്ടാ, നിന്ന് കൊടുക്കത്തില്ല. വന്നെന്ന് തോന്നുന്നു കേട്ടാ. നിശ്ചയാണെന്നും പറഞ്ഞ് നേരത്തെ കെട്ടിപ്പറക്കി ഇഞ്ഞ് പോന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് തള്ള. ഒന്ന് ഇറങ്ങട്ടെ. സുന്ദരേട്ടൻ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വിചാരിച്ചു കുടുംബക്കാരെല്ലാരും കൂടി ഇഞ്ഞ് പോരുമെന്ന്. കല്യാണ ആലോചന ആവുമ്പോ കുടുംബക്കാരെല്ലാരും വേണ്ടേ? എന്താ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നേ? അതെ, പെണ്ണിന്റെ കല്യാണാലോചനയാവുമ്പം ചെറുക്കനും ചെറുക്കന്റെ കുടുംബക്കാരും കൂടി ഞങ്ങളുടെ തറവാട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കണം. അതാണ് അതിന്റെ ചിട്ട. നിങ്ങൾ കുടുംബക്കാരല്ലേ അത് തെറ്റിച്ചത്. അതുകൊണ്ടല്ലേ എനിക്ക് ഒറ്റയ്ക്ക് വരേണ്ടി വന്നത്. ആ, ചിട്ടയും മുറയൊക്കെ അറിയായിരുന്നെങ്കിലേ അങ്ങനെ അങ്ങോട്ട് ചോദിക്കണമായിരുന്നു. അല്ലാതെ ഇങ്ങോട്ട് വന്ന് ചെറുക്കനെ ചോദിക്കല്ല വേണ്ടത്. പറഞ്ഞു വരുമ്പോ സൊണാലി കുടുംബവും നിങ്ങളുടെ കുടുംബവും രണ്ട് തറവാടാണേ. മമ്മി, വെറുതെ ഇവര് പറയുന്നത് കേട്ടോണ്ട് നിക്കല്ലേ. ഓരോന്ന് പറഞ്ഞ് മുഷിപ്പിക്കാൻ നിക്കാം. മമ്മി ഇങ്ങോട്ട് വന്നേ. നിന്റെ സുന്ദരൻ എന്തി സുജാതെ ഇട്ടേച്ചു പോയോ? എന്റെ സുന്ദരേട്ടൻ അങ്ങനെ. എന്റെ ഒരു ഊഹം വെച്ച് ഒരു 4-5 കോടിയുടെ വകയെങ്കിലും തേജസ്സിനുള്ളതാ. അതവന് കിട്ടണം. കുഞ്ഞിനൊന്നും കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എപ്പോ കൊടുക്കും? എന്ത് കൊടുക്കും? അപർണയുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ ഇതുപോലെ ആകണമെന്നില്ല കാര്യങ്ങള്. ശരത്തിന് അയാളുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവും. ശരത്തും ബാലും അപ്പോ ഒക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നവരൊക്കെ ആയിരിക്കും എന്ന് കരുതി തന്റെ ഭാര്യയ്ക്ക് കിട്ടാനുള്ളതൊക്കെ ബാലുവിന് ആരിലോ ഉണ്ടായ കുട്ടിക്ക് കൊടുക്കാൻ ഈ ശരത്ത് തയ്യാറാവണമെന്നുണ്ടോ? ഉണ്ടോ? ഒരു തരി മണ്ണിന് വേണ്ടി കൂടപ്പിറപ്പിനെ വരെ വകവരുത്തുന്ന കാലമാ. പക്ഷെ ശരത്തും അപ്പോ അങ്ങനെ അല്ലെന്ന് പറയാൻ വരുമല്ലേ? മാമി അങ്ങനെ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിക്കണമെന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. കൂടുതൽ സംസാരിക്കുന്ന എന്തിനാ? തേജസ്സിന് കിട്ടാനുള്ളത് കിട്ടണം. അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതുപോലെ ആയിരിക്കില്ല. ഇനി ഞാൻ എല്ലാം വെളിപ്പെടുത്തും എല്ലാരോടും. അതോടെ ചിലപ്പോ ഈ കല്യാണം തന്നെ മുടങ്ങിപ്പോയിന്നിരിക്കും. റിയ, എനിക്കൊന്നും നോക്കണ്ട. തരാം, ഞാൻ തരാം റിയ. എന്ന്? എപ്പോ? അപ്പുവിന്റെ കല്യാണത്തിന് മുമ്പേ. അതുവരെ ഒരു സാവകാശം എന്താ? ഉടൻ തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ല ഇവിടെ. ഞാൻ വാക്ക് മാറില്ല, ഉറപ്പാ. എന്റെ കുഞ്ഞു തന്നെയല്ലേ തേജസ്. അവനെ ഞാൻ കൈവിടില്ല. മോനുള്ളത് കൊടുത്തതിന് ശേഷമേ അപ്പുവിന്റെ കല്യാണം ഞാൻ നടത്തുള്ളൂ. ഇപ്പൊ റിയ എന്നെ വിശ്വസിക്കണം. വിശ്വസിക്കറിയ. ഇപ്പൊ ഞാൻ ഈ വാക്ക് വിശ്വസിക്കാം. പക്ഷേ വിത്തിൻ 2 days ഇതിനൊരു തീർപ്പുണ്ടാകണം എല്ലാ രീതിയിലും. ഫുഡ് ആൻഡ് ബിവറേജസിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വീട്ടുകാരൊത്തുകൂടി ശാപ്പാടടിച്ചിട്ട് പിരിയാനുള്ള പരിപാടിയുമല്ല. ഒരു വിവാഹ നിശ്ചയം നടക്കുന്നത്. ചടങ്ങിനു മുമ്പ് ചില പ്രധാന കാര്യങ്ങളിൽ ഒരു ധാരണ വേണ്ടേ? വിവാഹത്തിന്റെ ഡേറ്റ് ആണോ? അത് പിന്നീട് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ. സാമ്പത്തിക വിഷയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറുക്കനെയും പെണ്ണിനെയും പിടിച്ച് കെട്ടിച്ചങ്ങ് വിട്ടാ മതിയോ? അവർക്ക് വേണ്ടത് കൊടുത്തു വിടണ്ടേ? അയ്യോ, സ്ത്രീധനത്തിന്റെ കാര്യമാണോ ഈ പറഞ്ഞ അത്രയും? എടാ പൊന്നുമോനെ, വന്ന് കേറിപ്പോ തൊട്ട് ഇത് തന്നെ പറയുന്നേ. ഓ, പ്രതിഭയ്ക്ക് എന്തു കൊടുക്കണമെന്ന് ദേവിക അങ്ങ് പറഞ്ഞാ പോരെ? ഇവിടെ ആരും സ്ത്രീധനം ചോദിച്ചില്ല, ചോദിക്കുന്നുമില്ല. അതിനെപ്പറ്റി ഒരു ചർച്ച വേണ്ട. സുജാത ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഭാവനയുടെ കല്യാണം നടത്തിയപ്പോ ഞാൻ പറഞ്ഞിരുന്നതാ ഞങ്ങൾക്ക് എത്രമാത്രം പ്രോപ്പർട്ടി ഉണ്ടെന്ന്. അത് 2ആയി വീതിച്ച് 2 പിള്ളേർക്കുമായിട്ട് കൊടുത്തു. അതിൽ മാറ്റമൊന്നുമില്ല. ഇനി അറിയേണ്ടത് ഇവിടുത്തെ കാര്യമാ. ശിവയ്ക്കും സിദ്ധുവിനും ഉള്ള സ്വത്ത് ഷെയർ ചെയ്യുന്നത് എപ്പോഴാ? കാര്യങ്ങൾക്കൊരു ധാരണ വേണ്ടേ?
മൂത്ത മോളെ ഞാനിവിടെ തന്നു, ഇളയ മോളെയും തരുന്നു. അവരുടെ ഭാവിയെക്കുറിച്ച് എനിക്കറിയണ്ടേ? ഭാവന, ആ പപ്പ, ശിവയെ പറ്റിയോ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ചോ നിനക്കെന്തെങ്കിലും പരാതി പറയാനുണ്ടോ? അതിന് പരാതി പരിഹരിക്കാനുള്ള അദാലത്താണോ ഇവിടെ നടക്കുന്നത്? ആ, ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് തുറന്നു പറയാം. ഇവളുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയല്ല. ശിവ സൊണാലിയിലെ മൂത്ത മകനാണെന്ന് പറയാമെന്നല്ലാതെ ഒരു കാര്യവും സ്വന്തമായി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ആ, സിദ്ധുവിന്റെ കാര്യവും അങ്ങനെ തന്നെ. എല്ലാം അവരുടെ പപ്പ നിയന്ത്രിക്കുന്നു. മക്കളും മരുമക്കളും ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാ ശരിയാവുന്നത് എങ്ങനെയാ? കൊള്ളാം. നിശ്ചയത്തിന് മുമ്പ് ഇതാണെങ്കിലേ കല്യാണം കഴിയുമ്പോ ഏത് പാടായിരിക്കൂടാ. സിദ്ധുവേ, സൂക്ഷിക്കണം. ആക്ച്വലി ഇത് രണ്ടും ഒരു കേസാണ്. ഇപ്പൊ ഒരു കുട്ടിയായിട്ട് അവര് വന്നിരിക്കുന്നത്. എത്ര വയസ്സ് വരും? 8 years. 8 years വരും. ആൺകുട്ടിയാ. ബാലുവിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ബാലുവിന്റെ ഷെയർ വേണമെന്നാ പറയുന്നത്. ആ അതെ. പിന്നെ അവളിപ്പോ ഓൺലൈൻ ഫുഡ് ഡെലിവറി ഗേളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ തന്നെ. അപർണയുടെ വീടിനോട് ചേർന്ന് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുക. ശരി. ഓക്കെ, ഞാൻ ഓഫീസ് ടൈം കഴിയുമ്പോൾ ഇറങ്ങാം. ശരി. സർ, അഡ്വക്കേറ്റ് എന്താ സർ പറഞ്ഞത്? അഡ്വക്കേറ്റ് പറയുന്നത് ആ ഒരു കേസുമായിട്ട് വന്നപ്പോ തന്നെ ഒരു കംപ്ലൈന്റ് കൊടുക്കണമെന്നാ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നു. അയ്യോ, എന്നാ ഇന്ന് തന്നെ ഒരു കംപ്ലൈന്റ് ഞാൻ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്താലോ സർ? ഇപ്പൊ നമ്മൾ പെട്ടെന്നൊരു കംപ്ലൈന്റ് കൊടുത്താലേ ഈ പ്രീവിയസ് ഹിസ്റ്ററി മൊത്തം ചോദിക്കും. അപ്പോ ഈ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ ഇപ്പൊ കാണത്തില്ലല്ലോ. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ അഡ്വക്കേറ്റ് പറഞ്ഞു. ഈ പോലീസുകാർ ചെയ്യുന്നതും അവർ ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും, എന്നിട്ട് പ്രൈമറി ആയിട്ട് മൂവ് ചെയ്യും. എന്തായാലും സ്റ്റേഷനിൽ നമുക്കൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. പോലീസിന് തെളിയിക്കാനുള്ള എവിഡൻസ് കിട്ടണമെന്നൊന്നുമില്ല. 1 second. അങ്കിളെ, ഇല്ല അങ്കിളെ, ഡേറ്റ് നെക്സ്റ്റ് സൺഡേ ഇല്ല അങ്കിളെ. അതൊക്കെ മമ്മിക്ക് അറിയത്തുള്ളൂ. അങ്കിളെ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഞാനിപ്പോഴേ ഒരു എമർജൻസി മീറ്റിംഗിലാണ്. അങ്കിളിനെ ഒന്ന് തിരിച്ചു വിളിച്ചാൽ മതിയോ? ഞാൻ വിളിച്ചോളാം. അങ്കിളെ, പിന്നെ പറഞ്ഞിട്ട് തിരിച്ചാൽ മതിയേ. കല്യാണം കാരണം ഓരോ കോംപ്ലിക്കേഷൻസേ. പ്രതിഭയുടെ റിലേറ്റീവ്സ് ആയിരിക്കും അല്ലേ? കല്യാണത്തിനപ്പോ ഭയങ്കര ആൾക്കൂട്ടമായിരിക്കുമല്ലോ. നമ്മളിപ്പോ പറഞ്ഞോണ്ട് വന്നെന്താ? സർ, റിയയുടെ കാര്യം ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഈ സിറാജ് പറഞ്ഞേ, അവരെങ്ങനെങ്കിലും സൗകര്യത്തിനൊന്ന് വിളിച്ചു വരുത്തി ഒന്ന് സംസാരിച്ച് അവരുടെ മുഴുവൻ കാര്യങ്ങളും ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാനാ. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് ആമിയും കൂട്ടി അവളുടെ വീട്ടിലോട്ട് പോവാം. ബാലുവിന്റെ ഷെയർ കൊടുക്കാന്ന് പറഞ്ഞ് ഒരു ഓഫറും വെക്കാം. അപ്പൊ അവൾ എന്താ പറയുന്നെന്ന് അറിയാലോ. എടോ, നിങ്ങൾ നേരിട്ട് എന്നാലേ ചിലപ്പോ ഒരു സത്യം പറയണമെന്നില്ല. അപ്പൊ പിന്നെ എന്താ സർ ചെയ്യണ്ടേ? ഞാൻ ഒരു ഐഡിയ പറയാം. സോണിയെ കൊണ്ട് ഒരു ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്യാം. എന്നിട്ട് അത് ഇന്ന സ്ഥലത്തുനിന്ന് വേണമെന്ന് പറയാം. ഓക്കെ സർ. പക്ഷേ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ ഡെലിവറി ഗേളായിട്ട് ആ റിയ തന്നെ വരണമെന്നില്ലല്ലോ. അതിനുള്ള വഴി ഞാൻ ചെയ്തോളാം. താ ഒരു കാര്യം ചെയ്യും, ആ കേക്ക്സ് ആൻഡ് കേക്സിൽ വിളിച്ചിട്ട് ഓർഡർ കൊടുക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. സർ, 1 second സർ. കല്യാണക്കാരായിരിക്കുമല്ലോ കോൾ ചെയ്യുന്നേ. എടുക്ക്. ശരത്തിന്റെ ഫാദർ. ഓ കൊച്ചിച്ച, ഞാൻ വർക്കില്ല. ഹലോ, കേൾക്കുന്നില്ല? ഹലോ, ഹലോ, കേൾക്കുന്നില്ല? ഞാൻ വിളിക്കാവേ. ഞാൻ ഓഫീസിലാ. ശരി. ഒരു കാര്യം ചെയ്യും, കേക്ക് ഓർഡർ ചെയ്യും. എത്ര കിലോ ഓർഡർ ചെയ്യണം സർ? എത്ര കിലോ വേണമെങ്കിലും ഓർഡർ ചെയ്തോ. ക്യാഷ് കൊടുക്കുന്നത് താനല്ലേ? ശരി സർ.
സർ പിന്നെ ഈ പാഴ്സലുമായിട്ട് അവള് വരുമ്പോ നമുക്ക് അവളോട് സംസാരിക്കാനായിട്ടുള്ള സിറ്റുവേഷൻ കിട്ടുമോ? അതൊക്കെ വിട്, അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം. താൻ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഇത് വേറെ ആരും അറിയണ്ട. ഞാൻ ആ കേക്ക് ഓർഡർ ചെയ്യിപ്പിക്കാം സർ. ചെല്ലു. എന്താ? ഇവിടെ നിന്നൊരു ബർത്ത്ഡേ കേക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. സോണി മാഡം ഓർഡർ ചെയ്താ? ആ, മാഡം റിക്രിയേഷൻ റൂമിൽ കൊണ്ടുപോയിക്കാനാ പറഞ്ഞത്.